ഏതൊരു ഭാഷ പഠിക്കുന്നതിനും ടെൻസ് അത്യാവശ്യം തന്നെയാണ്. നമ്മൾ കാലങ്ങൾ എന്ന് പറയാറില്ലേ, ആ കാലങ്ങൾ അറിഞ്ഞിരിക്കുക. ഇപ്പൊ ഇംഗ്ലീഷിൽ ഇതിന് 3 ടെൻസ് ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നേരത്തെ കഴിഞ്ഞു, ഇപ്പോൾ അവ ഇല്ല, കംപ്ലീറ്റ് ആയി കഴിഞ്ഞത്, അതാണ് പാസ്റ്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി. ഇനി ഫ്യൂച്ചർ ടെൻസ് എന്ന് വെച്ചാൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നമ്മൾ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇതിനെയെല്ലാം നമുക്ക് ഫ്യൂച്ചർ ടെൻസിൽ പെടുത്താം. അതായത് ഭാവി കാലം എന്ന് മലയാളത്തിൽ പറയാം. ഇത് 3 ടെൻസ് ആണെങ്കിൽ നമ്മൾ ഇന്ന് ഇതിലെ 2 ടെൻസുകളെ ഒന്ന് പരിശോധിക്കാം. ഇവിടെ 2 ചിത്രങ്ങളുണ്ട്. ഒരു ഡോക്ടറാണ്, മറ്റൊരാള് ടീച്ചറുമാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഹി ഈസ് എ ഡോക്ടർ, അവൻ ഒരു ഡോക്ടർ ആകുന്നു. അതായത് അവൻ ഇപ്പോൾ ഡോക്ടറാണ്. അതായത് പ്രസന്റിൽ, ഇപ്പോൾ നമ്മുടെ കൺമുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ അദ്ദേഹം ഇപ്പോൾ ഡോക്ടറാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ഇപ്പോൾ ഉള്ള കാര്യങ്ങളെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രസന്റ് ടെൻസ്. ഹി ഈസ് എ ഡോക്ടർ, അദ്ദേഹം ഒരു ഡോക്ടറാണ്. എന്നാൽ തൊട്ടടുത്ത സെന്റൻസ് നോക്കുമ്പോൾ ഹി വാസ് എ ടീച്ചർ, അതായത് ഇദ്ദേഹം ഇപ്പോൾ ഡോക്ടറാണ്, പക്ഷെ ഇദ്ദേഹം നേരത്തെ ഒരു ടീച്ചർ ആയിരുന്നു. ഹി വാസ് എ ടീച്ചർ, അതായത് ഇപ്പോൾ ഇദ്ദേഹം ഡോക്ടറാണെങ്കിലും നേരത്തെ ഇദ്ദേഹം ഡോക്ടർ അല്ലായിരുന്നു, നേരത്തെ ടീച്ചർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഈസ് എന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വെർബിന് പകരം നമ്മൾ വാസ് എന്ന് ആക്കി മാറ്റി. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഡിഫറൻസ്. ഈസ് എന്ന് ഉപയോഗിച്ചപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാര്യം, ഇപ്പോൾ ഉള്ള കാര്യം എന്നും, ഇതിന് പകരം നമ്മൾ അവിടെ വാസ് എന്ന് ഉപയോഗിച്ചപ്പോൾ നേരത്തെ ഉള്ള കാര്യവും ആയി. ഇതിന് ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് എന്നാണ് പറയുക. മലയാളത്തിൽ ഇതിനെ സഹായക ക്രിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കാലങ്ങളെ തിരിച്ചറിയുവാൻ വേണ്ടി, നമ്മൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഈ സഹായക ക്രിയകൾ അല്ലെങ്കിൽ ഓക്സിലറി വെർബുകൾ ഇംഗ്ലീഷിൽ കൂടിയേ തീരൂ. ഈ ഓക്സിലറി വെർബുകളെ നന്നായി മനസ്സിലാക്കിയാൽ, പഠിച്ചിരുന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾക്ക് അതിന്റെ ഒരു 70% നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായി കാണും എന്താണ് പാസ്റ്റ് ടെൻസ്, എന്താണ് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യവും പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള കാര്യവുമാണ്. ഹി ഈസ് എ ഡോക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ഒരു ഡോക്ടറാണ്. അദ്ദേഹം നേരത്തെ ഡോക്ടർ അല്ലായിരുന്നു, നേരത്തെ ടീച്ചർ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഹി വാസ് എ ടീച്ചർ. ഇതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എളുപ്പത്തിൽ മനസ്സിലാക്കുവാനും പഠിക്കുവാനും നമുക്ക് 2 സ്ഥലങ്ങൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓഫ്ലൈനിൽ പഠിക്കുവാൻ, നേരിട്ട് വന്ന് പഠിക്കുവാൻ കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിനടുത്തുള്ള കരിക്കോട്ടിലുള്ള TKM എഞ്ചിനീയറിംഗ് കോളേജിനടുത്ത് ഇത് നിങ്ങൾക്ക് നേരിട്ട് വന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലം ചിന്നക്കടയിൽ RK സാരീസിന് അടുത്തുള്ള ഒരു സ്ഥാപനത്തിലും നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഓഫ്ലൈനിൽ വന്ന് പഠിക്കാൻ, ഇത് കൊല്ലത്താണ് ഈ 2 സെന്ററുകളും ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഓൺലൈനിൽ ഇതുപോലെ നേരിട്ട് പഠിക്കുന്ന ഒരു അനുഭവത്തോടു കൂടി തന്നെ പഠിക്കാൻ പറ്റും. അതിന് നേരിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായും നമുക്ക് ഓൺലൈനിൽ കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കുവാൻ കഴിയും. ഓക്കെ, താങ്ക് യു.